പുതിയൊരു സെൻസർ ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഫോട്ടോ സെൻസറാണ്. അതായത് ലൈറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളതിനെ LDR എന്നാണ് വിളിക്കാറ്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു നൈറ്റ് ലാമ്പ്, അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ളൂ, ഇരുട്ടാകുമ്പോൾ തനിയെ കത്തണം. നമ്മളൊരാൾ ഓൺ ചെയ്യാണ്ട് തന്നെ ഇരുട്ടാകുമ്പോൾ തനിയെ കത്തണം. അത്തരത്തിൽ ഒരു ലൈറ്റാണ്. അത് എങ്ങനെ ഉണ്ടാക്കണം, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സർക്യൂട്ട്. ഇതിൻ്റെ ഒരു വെർഷൻ തന്നെയാണ് എല്ലാ നൈറ്റ് ലാമ്പ്സിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ളൊരു വെർഷൻ ഉപയോഗിക്കുന്ന ഒരു നൈറ്റ് ലാമ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് ആവശ്യമായിട്ട് വേണ്ട കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതിൽ നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് അതിൻ്റെ ട്രാൻസിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ നമ്മൾ BC547 NPN ട്രാൻസിസ്റ്ററാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് LDR. ഇതാണ് LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഒരു സാധാരണ റെസിസ്റ്റൻസിനേക്കാളും വ്യത്യസ്തമായ രീതിക്കൊരു ഷേപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ ലൈറ്റ് വീഴാനൊരു പ്ലേസ് ഉണ്ട്. ഇവിടെ ഫ്രണ്ടിലാണ് ലൈറ്റ് വീഴുന്നത്. അതിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങൊക്കെ നമുക്ക് പിന്നീട് ഈ വീഡിയോയുടെ അവസാനം നോക്കാം. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ ആദ്യം വേണ്ടത് നമുക്കൊരു 100K വാല്യൂ വരുന്ന റെസിസ്റ്റർ വേണം. നമുക്കൊരു 33K വാല്യൂ വരുന്ന റെസിസ്റ്റർ വേണം. അതുപോലെ നമുക്കൊരു 470 ohms വരുന്ന ഒരു റെസിസ്റ്റർ വേണം. അപ്പോൾ ഇത്രയും റെസിസ്റ്റൻസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു LED വേണം. അപ്പോൾ ഞാനൊരു ചുമന്ന LED ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു LED സിമ്പലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കതിൻ്റെ കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്നത്. സോ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു സർക്യൂട്ടും ഒരു ബ്രെഡ് ബോർഡിലാണ് അസംബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രെഡ് ബോർഡ് വേണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പവർ സോഴ്സ് എന്ന് പറയുന്നത് 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ 9 വോൾട്ട് ബാറ്ററി. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കമ്പോണൻറ്റുകൾ. നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഈ സർക്യൂട്ട് ഡയഗ്രം വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ ഇതുവരെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഇനിയിപ്പോൾ സർക്യൂട്ടുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. എന്തായത് ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എങ്ങനെ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു? ബേസിൽ കൊടുക്കുന്ന ഒരു വോൾട്ടേജ് അനുസരിച്ച് ബേസിൽ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് ട്രാൻസിസ്റ്റർ ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യും. ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ബേസ് വോൾട്ടേജ് ആണ്. നമ്മൾ ഇതിന് മുമ്പ് കണ്ട സർക്യൂട്ടുകളിൽ പോലെയൊക്കെ തന്നെ ട്രാൻസിസ്റ്റർ ഇവിടെ സ്വിച്ചായിട്ട് ആക്കി. അത്യാവശ്യം വേണ്ട വോൾട്ടേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് അത്യാവശ്യം വേണ്ട പവർ വോൾട്ടേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും. അപ്പം ഈ LED ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ലൈൻ ക്ലിയർ ആവും. അപ്പോൾ ഈ LED പ്രകാശിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. അപ്പം ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ സൈഡിൽ നമ്മൾ LED റെസിസ്റ്റൻസ് കൊണ്ട് എമിറ്റർ ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ബേസിൽ നമ്മൾ 2 റെസിസ്റ്റൻസ് 100Kയും 33Kയുടെയും 2 റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ബേസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ബേസിൽ നിന്നാണ് സിംഗിൾ കണക്ഷൻ വരുന്നത്. അതിനുശേഷം ആ 100K കഴിഞ്ഞതിന് ശേഷം ഒരു LDR ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ വർക്കിങ്ങും നമുക്ക് അസംബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. നമുക്കിനി അടുത്തായിട്ട് ഇതിൻ്റെ അസംബ്ലിങ് ചെയ്യാം. നമ്മൾ ബ്രെഡ് ബോർഡ് എടുത്തു. ബ്രെഡ് ബോർഡിലാണ് നമ്മുടെ അസംബ്ലിങ് വരുന്നത്. അപ്പോൾ അത് അസംബിൾ ചെയ്യാനായിട്ട് ആദ്യം എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്ററാണ് എടുക്കുക, CBE കളക്ടർ ബേസ് എമിറ്റർ, അങ്ങനെയാണ് ഇതിൻ്റെ പിൻ ഡയഗ്രാം വരുന്നത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പരന്ന ഫ്ലാറ്റായിട്ടുള്ള ഭാഗം നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും കാലുകൾ എങ്ങനെയാണ്? കളക്ടർ ബേസ് എമിറ്റർ CBE എന്ന് പറയുന്ന ഇത് 547ൻ്റെ ലെഗ്സ് അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്തു. ഫേസ് ഫ്രണ്ടാണ്, ഈ ഫ്രണ്ടിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്തു. ഇനി കളക്ടറിൽ നിന്ന് കണ്ടു ഒരു LEDയും ഒരു റെസിസ്റ്റൻസുമാണ് വേണ്ടത്. അപ്പം കളക്ടറിൽ LEDയുടെ ആനോഡ് ആനോഡ് ഇവിടെയാണ് വരുന്നത്, ക്രിസ്റ്റലിലാണ്. ട്രാൻസിസ്റ്ററിലേക്ക് വരുന്ന കാഥോഡാണ്. അപ്പോൾ നമ്മൾ ആ കാഥോഡ് എന്ന് LED ഒക്കെ കണക്ട് ചെയ്യാൻ അറിയാലോ നമ്മുടെ LED കണക്ട് ചെയ്തു. ഇനി അടുത്ത് 470 ഓംസിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പവറാണല്ലേ, പ്ലസ് വോൾട്ടേജിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ ലൈൻ നമ്മൾ പ്ലസ്സിന് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തു.
ഇനി അടുത്ത് എന്താ കണക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു കളക്ടറിലെ സൈഡിലെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എമിറ്റർ ഡയറക്റ്റ്ലി അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? എമിറ്ററിനെ ഡയറക്റ്റ്ലി അതിനെ നെഗറ്റീവ് ടെർമിനേറ്റിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. നമ്മളത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നേരെ ഡയറക്റ്റ് നെഗറ്റീവ്, ഇത് ഈ താഴത്തെ ലൈൻ മൊത്തത്തിൽ നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവിലൊക്കെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പം എമിറ്ററിനെ നെഗറ്റീവാക്കി. അപ്പം കുറച്ചുകൂടി വ്യക്തമായി കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കണക്ട് ചെയ്യണേ. എമിറ്റർ നെഗറ്റീവാണ്, വേറെ ഒന്നുമില്ല. എമിറ്ററിനെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇനി അടുത്ത എന്താ നമുക്ക് ബേസിലെ കണക്ഷൻ നോക്കാം അല്ലേ. ബേസിൽ ഇതാണ് ബേസ് പോയിൻറ്റ്. ബേസ് പോയിൻറ്റിൽ 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് LDR വരുന്നുണ്ട്, ഒന്ന് 33K വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആ 33K ആദ്യം കണക്ട് ചെയ്യാം. ബേസിൽ നിന്നും ഒരു 33K റെസിസ്റ്റൻസ് എങ്ങോട്ട് പോകുന്നുണ്ട്? ഗ്രൗണ്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യണേ. ഇങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് ഇതിൻ്റെ മനസ്സിലായില്ല. ബേസിൽ നിന്നും ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഗ്രൗണ്ട് ചെയ്ത്, അതായത് നെഗറ്റീവ് ഇതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇനി അതേ സെയിം പോയിന്റിൽ തന്നെയാണ് എന്തും ഇരിക്കുന്നത്? നമ്മുടെ LDR ഇരിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ സോ അതേ പോയിന്റിൽ നിന്നും LDRൻ്റെ കണക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് LDRനെ കുറച്ച് ദൂരെ വെക്കാവുന്നുണ്ടെങ്കിലേ നമുക്ക് ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വയർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഇവിടെയാണ് LDR ഇരിക്കേണ്ടത് കേട്ടോ. ഞാൻ എന്തിനാ ഇതിങ്ങനെ നീട്ടി വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരെ, കാരണം LDR ആണ് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ ഇതിലേക്ക് ഈ LED വെളിച്ചം തന്നെ ആ LDRലേക്ക് വീഴണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചത് കേട്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ല, ഈ സെയിം കണക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് LDRൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഒരു 100K എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലസ് വോൾട്ടേജിലേക്ക് പോയിട്ടുണ്ട്. പ്ലസ് വോൾട്ടേജിലേക്ക് കൊടുത്തു. സോ ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു. കണ്ടോ, വളരെ സിമ്പിളായിട്ട് കണക്ഷൻസ് കഴിഞ്ഞു. ഇനി ഇത് വർക്ക് ചെയ്ത് നോക്കണ്ടേ. സർക്യൂട്ട് അസംബ്ലി എല്ലാം കഴിഞ്ഞു. നമ്മളിതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാണ്. അപ്പോൾ നെഗറ്റീവ് താഴെ 9 വോൾട്ട് ബാറ്ററിയാണ്, പോസിറ്റീവ് നമ്മൾ മുകളിൽ. ഓക്കെ, കണക്ട് ചെയ്തു കേട്ടോ. ലൈറ്റ് കത്തി. ഇപ്പം ഇവിടെ വെളിച്ചമുണ്ട്. വെളിച്ചമില്ലാതാകുമ്പോൾ ഈ ലൈറ്റ് അണയണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനെ ഞാനിങ്ങനെ പൊത്തിപ്പിടിച്ചു കണ്ടോ. LED-ക്കകത്ത് ആ LDR-ൽ പ്രകാശമേ വരാത്ത രീതി കണ്ടോ. പൊട്ടി പിടിച്ചപ്പോൾ ലൈറ്റ്, അത് കഴിഞ്ഞപ്പോൾ കത്തി വീണ്ടും. അതായത് LDR-ൽ പ്രകാശം വീഴുമ്പോൾ ലൈറ്റ് കത്തും, പ്രകാശം വീഴുമ്പോൾ ലൈറ്റ് കത്തുന്നു പോവും. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം, നൈറ്റ് ലൈമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാകുമ്പോഴല്ലേ കത്തേണ്ടത്? ഇതിപ്പോൾ തലകുത്തനല്ലേ വർക്ക് ചെയ്യുന്നത്? രാവിലെ ആകുമ്പോഴല്ലേ ഇത് പ്രകാശിക്കുന്നതെന്ന് ചോദിക്കാം. ഇത് സർക്യൂട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കണം. എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. ഇതിനെ തിരിച്ച് ആക്കാനായിട്ട്, അതായത് ഈ സർക്യൂട്ടിനെ തിരിച്ച്, അതായത് ഇരുട്ടാകുമ്പോൾ കത്തണം എന്ന രീതിക്ക് ആക്കാനായിട്ട് നമ്മൾ ഇതിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? സർക്യൂട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. അതിനുശേഷം ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യാം. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇതുപോലുള്ള ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനാണെന്നറിയാമോ? ഈ ഡിസൈൻ തിങ്കിങ് വരണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റും. അതിന് പ്രത്യേകിച്ച് നോളജിൻ്റെ ആവശ്യമൊന്നുമില്ല. വീഡിയോ നോക്കുക, കമ്പോണൻസ് കണ്ടുപിടിക്കുക, ഇതുപോലെ ഉറപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ അതിലല്ല കാര്യം, നമ്മൾ ആലോചിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഞാൻ മനഃപൂർവ്വം പറയുകയാണ്, പ്രശ്നം വന്നു, ശരിയാണ്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ കമ്പോണൻറ്റുകൾ എങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കുക. നിങ്ങൾ സർക്യൂട്ട് വെച്ചിട്ട് അതിൽ ഈ ഇവിടെ ഇരിക്കുന്ന LED വേറെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചൊരു ആക്ഷൻ എനിക്ക് കിട്ടും അല്ലേ. LED രാത്രിയാകുമ്പോൾ കത്തത്തക്ക രീതിക്ക് ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇത് പണയോ ചെയ്യുന്നത്, അപ്പോൾ രാത്രിയാകുമ്പോൾ കത്തുന്ന രീതിക്ക് എങ്ങനെ മാറ്റിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ. അവിടെയാണ് നമ്മുടെ ഡിസൈൻ തിങ്കിങ്. കമൻറ്റ് ചെയ്യുക. ഞാനിത് തിരിച്ച് ചെയ്യുന്നൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ആലോചിക്കാനായിട്ട് വിട്ടുതരികയാണ്. നമ്മളിനി ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് അറിയാം അല്ലേ നന്നായിട്ട്. ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എന്താണ്? ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബേസിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ട്രാൻസിസ്റ്ററിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജിനേക്കാളും കൂടുതൽ ബേസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും?
ഈ ലൈൻ ഓപ്പൺ ആവുകയും ഈ ലൈൻ ഓപ്പൺ ആവുകയും കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇവിടെ എന്താണോ കണക്ട് ചെയ്തിരിക്കുന്നത് അത് കത്തും. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ആക്ഷൻ. എൽ ഡി ആറിൻ്റെ ആക്ഷൻ എന്തുവാണ്? നമ്മളിപ്പം പറഞ്ഞു, എൽ ഡി ആറിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഇതൊരു എൽ ഡി ആർ ആണെന്ന് വിചാരിക്കാം. എൽ ഡി ആറിൽ എന്താണ് ആക്ഷൻ? എൽ ഡി ആറിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് പറ്റും? റെസിസ്റ്റൻസ് കുറയും. ലൈറ്റ് വീഴുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ലൈറ്റ് ഇല്ലാതാവുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഫോട്ടോ റെസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതായത് ലൈറ്റിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഫോട്ടോ റെസിസ്റ്റർ എന്ന് വിളിക്കാറുണ്ട്. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തനിയെ മാറുന്നതല്ല, അത് മാറ്റാൻ കഴിയുന്നുണ്ടും. ഒരു റെസിസ്റ്ററിന് തന്നെ അതിൻ്റെ വാല്യൂ മാറ്റാൻ കഴിയുന്നുണ്ട്. ഇതൊരു വേരിയബിൾ റെസിസ്റ്ററും കൂടെയാണ്. അപ്പം എൽ ഡി ആറിൽ എന്താണ് ആക്ഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഈ എൽ ഡി ആർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് അളക്കാനായിട്ട് ശ്രമിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഈ എൽ ഡി ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എൽ ഡി ആറിലുണ്ടാകുന്ന ചേഞ്ച് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പം ഈ ഒരു കോമൺ വെളിച്ചത്തിൽ ഞാൻ ഈ എൽ ഡി ആറിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാണ് ഞാൻ റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് അല്ലേ, ഇൻറ്റു 10K റെസിസ്റ്റൻസിലാണ് ഇട്ടിരിക്കുന്നത്. സോ ഏതാണ്ട് എത്ര കാണിക്കുന്നുണ്ട്? 50 മുകളിൽ K, 50Kക്ക് മുകളിലുള്ളൊരു വാല്യൂ 50Kക്ക് അടുത്തല്ലേ, ഏകദേശം 48 Kക്ക് അടുത്ത് ഇപ്പോൾ ഒരു വാല്യൂ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഹൈ വാല്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പം വെളിച്ചം ഉണ്ടോ എന്നാണ് ഈ വാല്യൂ നിൽക്കുന്നത്. ഇനി ഈ വെളിച്ചം ഇല്ലാണ്ടായി എന്ത് പറ്റും നോക്കാം. വെളിച്ചം ഞാൻ ഇപ്പം ഇങ്ങനെ മറച്ച് പിടിക്കുമ്പോൾ കണ്ടോ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൂടുന്നു. വീണ്ടും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടി അത് ഏകദേശം 1000 Kയിലേക്ക് പോവുകയാണല്ലേ. ഒരു മെഗാ ഓമിലേക്കൊക്കെ റെസിസ്റ്റൻസ് വാല്യൂ കൂടുകയാണ് ഇരുട്ടാവുമ്പോൾ. പക്ഷേ വെളിച്ചം വരുമ്പോഴോ അത് കുറഞ്ഞ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് റെസിസ്റ്റൻസ് വാല്യൂ കുറയ്ക്കാൻ പറ്റുമോ? നമ്മൾ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ളൊരു വെളിച്ചം കൊടുത്താലോ? കണ്ടോ, ശക്തമായിട്ടൊരു വെളിച്ചം കൊടുത്താൽ അത് പൂജ്യത്തിലേക്ക് പോകും. റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് സർക്യൂട്ടാണ്. അത്രയും ലെവലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ഇൻറ്റൻസിറ്റി ലൈറ്റ്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എൽ ഡി ആറിൽ ചേഞ്ച് വരുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? കണ്ടോ. അപ്പം നമുക്കിതിനെ എന്തും കൂടെ ചെയ്യാം. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ അളക്കുന്ന ഒരു ഉപകരണത്തിൽ ഒരു സെൻസറായിട്ടും നമുക്ക് ഈ എൽ ഡി ആർ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്കറിയേണ്ടത് ഇത് സർക്യൂട്ടിൽ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രകാശം വീഴുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മുടെ സർക്യൂട്ട് നോക്കാം. വളരെ സിമ്പിളായ സർക്യൂട്ട് അല്ലേ. ഇവിടെ വോൾട്ടേജ് വരണം. പ്രകാശം കൂടുതൽ ഇല്ലാത്തൊരു സമയത്ത് എടുക്കുക. പ്രകാശം കുറഞ്ഞ ഇരുട്ടായിട്ടുള്ളൊരു സമയം എടുക്കുക. ഇരുട്ടായിട്ടുള്ളൊരു സമയം വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇരുട്ടാകുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ, ഭയങ്കര ഹെവി ആയിരിക്കും. അങ്ങനെ കൂടുതൽ റെസിസ്റ്റൻസ് വാല്യൂ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കറണ്ട് ഉണ്ടാവില്ല അല്ലേ. കാരണം റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലായി. അപ്പോൾ ഇങ്ങോട്ടൊരു കറണ്ട് ഇല്ല. അപ്പോൾ ഇവിടെ എന്തില്ല? നമുക്ക് വോൾട്ടേജ് നമ്മൾ ഈ 2 പോയിൻറ്റിൽ ഈ 9 വോൾട്ട് വരുന്നുണ്ടാവും. പക്ഷേ ഈ 2 പോയിൻറ്റിൽ വോൾട്ടേജ് ഉണ്ടാകത്തില്ല. കാരണം ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പം ഈ 2 പോയിൻറ്റിൽ നമുക്ക് പർട്ടിക്കുലർ വലിയൊരു വോൾട്ടേജ് കിട്ടുന്നില്ല. ഇതിനെ കട്ട് ചെയ്യാനുള്ള വോൾട്ടേജ് വരുന്നില്ല. അത് കാരണം ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്നില്ല, ലൈറ്റ് കത്തുന്നില്ല. പിന്നെ നമ്മളിതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുക? ഈ റെസിസ്റ്റൻസ് വാല്യൂവിന് എന്ത് പറ്റും? ഈ റെസിസ്റ്റൻസ് വാല്യൂ കൂടാൻ തുടങ്ങും അല്ലേ. റെസിസ്റ്റൻസ് വാല്യൂ കുറയാൻ തുടങ്ങും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും തോറും അപ്പം ഇതുവഴി ഒരു കറണ്ട് ഫ്ലോയ്ക്കുള്ളൊരു ചാൻസ് വന്നു. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നൊരു കറണ്ട് ഫ്ലോയുടെ ചാൻസ് വന്ന് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഇതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് എത്തുകയും അല്ലേ, ഈ ബേസ് കറണ്ട് ട്രാൻസിസ്റ്ററിനെ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യാനുള്ള ആ ഒരു കട്ട് ഓഫ് ലെവലിന് മുകളിൽ പോവുകയും ഈ പറയുന്ന വഴി ഓപ്പൺ ആവുകയും ചെയ്യും. കറണ്ട് എന്ത് പറ്റും? ഇതുവഴി വന്ന കറണ്ട് ഇതുവഴി പോകും. അത് ഇവിടെ വരുന്ന കറണ്ടിനനുസരിച്ചിട്ടാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടിയില്ലേ. അപ്പം നമ്മളെ വെളിച്ചം കൂടുതൽ ഇതിലേക്ക് വീഴുന്നതനുസരിച്ചാണ് എന്ത് പറ്റുന്നത്? റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ചിട്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത് ഒരു എൽ ഡി ആർ വെച്ചിട്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഞാൻ എൻ്റെ പഴയ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഈ സർക്യൂട്ട്
തിരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ലൈറ്റ് വീഴുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവണം. ലൈറ്റ് ഇല്ലാത്തപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് ആവണം. ലൈറ്റ് ഉള്ളപ്പോൾ ട്രാൻസിസ്റ്റർ എന്താവണം? ഓഫ് ആവണം. ലൈറ്റ് ഇല്ലാത്തപ്പോൾ ഓൺ ആവുകയും ലൈറ്റ് ഉള്ളപ്പം ഓഫ് ആവുകയും വേണം. നമ്മളിപ്പം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മാറണം. അതിന് ഈ പറയുന്നൊരു സർക്യൂട്ടിനകത്ത് എന്ത് ചേഞ്ച്, ഒരു ചെറിയ ചേഞ്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു കമ്പോണൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പാടേ ഉള്ളൂ. എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ മാറും. ഇതൊരു ചോദ്യമായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾ സ്വയം പരിശോധിച്ച് നോക്കുക കേട്ടോ. കമ്പോണൻസുകൾ ഒരു ഹിൻഡ് തരാം. ഈ ബേസിനകത്താണ്, ഈ ഒരു മേഖലയിലാണ് നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതൊന്ന് ചെയ്തു നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളൊരു പരീക്ഷണം നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് എന്ത് ചെയ്താൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് ഇടുക കേട്ടോ. എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്നുള്ളതിൻ്റെ കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയ്ക്ക് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾ നോക്കി സർക്യൂട്ട് ഉണ്ടാക്കൽ എളുപ്പമാണ്, ബുക്ക് നോക്കി പഠിക്കൽ എളുപ്പമാണ്. പ്രശ്നങ്ങൾ സ്വയം വരുത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് ശരിക്കും നമ്മളൊരു എൻജിനീയറായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ സൊല്യൂഷൻസ് സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അപ്പോഴേ നമ്മുടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങും ഒരു ഡിസൈൻ തിങ്കിങ്ങൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. ഞാൻ അതിലേക്കാണ് ചോദിക്കുന്നത്. ഈ സർക്യൂട്ട് വച്ചിട്ട് ഇതിലുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ നോക്കാം. ഇനി ഈ സർക്യൂട്ടിന് വേറെ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? നൈറ്റ് ലാമ്പെന്ന് എന്തായാലും പറയാൻ പറ്റില്ല. രാത്രിയാകുമ്പോൾ ഇത് കത്തുന്നില്ലല്ലോ, തിരിച്ചല്ലേ. ഇത് നിങ്ങൾക്കൊരു മോർണിംഗ് അലാറമായിട്ട് ഉപയോഗിക്കാം അല്ലേ. പ്രകാശം വരുമ്പോഴാണല്ലോ LED കത്തുന്നത്. ഈ LED മാറ്റിയിട്ട് ഇവിടെ ഒരു ബസർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ആ പ്രകാശം LDRലേക്ക് അടിക്കുമ്പോൾ ഈ ബസർ എന്ത് ചെയ്യും? അടിക്കുക. അപ്പോൾ ഇതൊരു മോർണിംഗ് അലാറം എന്നുള്ള രീതിക്ക്, അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ അലേർട്ട് തരുന്നൊരു സർക്യൂട്ടായിട്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ, ഇപ്പോൾ ഇരിക്കുന്ന ഈ സർക്യൂട്ടിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഇത്തരത്തിൽ മറ്റെന്തൊക്കെ ആപ്ലിക്കേഷൻ നമുക്കിതിൽ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു LDR വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് മറ്റെന്തൊക്കെ ആപ്ലിക്കേഷൻസും കൂടെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളും കൂടെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.